നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. ചാലക്കുടി കോടശ്ശേരി നായരങ്ങാടിയിൽ കാണാതായ മധ്യവയസ്കന്റെ മൃതദേഹം പാറമടയിൽ കണ്ടെത്തി. പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഫീൽഡ് തല അന്വേഷണത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കളോട് വാഹനം ഏർപ്പാടാക്കാൻ ആവശ്യപ്പെടുന്നത് കുറ്റകരമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ആനന്ദപുരം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ OP ബ്ലോക്കിലെ വെയിറ്റിംഗ് ഏരിയയുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മറ്റത്തൂർ പഞ്ചായത്തിൽ പ്രചാരണ വാഹന ജാഥ സംഘടിപ്പിച്ചു. മണ്ണുത്തിയിലെ ബാറിനുള്ളിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച MDMAയുമായി ഒരാൾ പിടിയിലായത് ഒല്ലൂക്കര സ്വദേശി. വിശദമായ വാർത്തകളിലേക്ക്. ചാലക്കുടി കോടശ്ശേരി നായരങ്ങാടിയിൽ കാണാതായ മധ്യവയസ്കന്റെ മൃതദേഹം പാറമടയിൽ കണ്ടെത്തി. നായരങ്ങാടി പൂവത്തിങ്കൽ വേലായുധന്റെ മകൻ ഷൈജുവാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഫീൽഡ് തല അന്വേഷണത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കളോട് വാഹനം ഏർപ്പാടാക്കാൻ ആവശ്യപ്പെടുന്നത് കുറ്റകരമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകണമെന്നും കമ്മീഷൻ. പൊതുപ്രവർത്തകനായ മുപ്ലിയം സ്വദേശി KG രവീന്ദ്രനാഥിന്റെ പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തരവ്. പഞ്ചായത്തിലെ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിന് APL റേഷൻ കാർഡാണ് കൈവശമുണ്ടായിരുന്നത്. മാനസിക രോഗിയായ മകനോടൊപ്പം വാസയോഗ്യമല്ലാത്ത വീട്ടിൽ കഴിഞ്ഞിരുന്ന വിധവയായ വീട്ടമ്മയുടെ നിസ്സഹായ അവസ്ഥയിൽ രവീന്ദ്രനാഥ് ഇടപെടുകയായിരുന്നു. മെഡിക്കൽ കോളേജിലെ ചികിത്സാ ആവശ്യങ്ങൾക്കായി ഇവർക്ക് റേഷൻ കാർഡ് BPL വിഭാഗത്തിലേക്ക് മാറ്റേണ്ടത് ആവശ്യമായിരുന്നു. ഇതിനായി KG രവീന്ദ്രനാഥ് ചാലക്കുടി താലൂക്ക് സപ്ലൈ ഓഫീസറെ ബന്ധപ്പെട്ടപ്പോൾ ഈ കുടുംബം BPL കാർഡിന് അർഹതപ്പെട്ടവരാണെന്ന് ഉദ്യോഗസ്ഥർ ഫീൽഡ് തല അന്വേഷണം നടത്തി പഞ്ചായത്ത് സെക്രട്ടറി റിപ്പോർട്ട് നൽകണമെന്ന നിർദ്ദേശം ലഭിച്ചു. ഇതിനായി പഞ്ചായത്തിലെത്തിയപ്പോൾ ഫീൽഡ് തല അന്വേഷണത്തിനായി വാഹനം ഏർപ്പെടുത്താൻ ആവശ്യപ്പെട്ടതാണ് പരാതിയുമായി മുന്നോട്ടു പോകാൻ കാരണമെന്ന് രവീന്ദ്രനാഥ് പറഞ്ഞു. ഞാൻ പഞ്ചായത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ സെക്ഷനിലിരിക്കുന്ന ലേഡി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെങ്കിൽ വാഹനം കൊണ്ട് വിളിക്കണമെന്നാണ് പറഞ്ഞത്. അത് നടപടിയാവില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് മറ്റൊരാൾ ആ ഭാഗത്തേക്ക് പരിശോധിക്കാനായിട്ട് ഒരു കാർഡും കൊണ്ട് വന്നപ്പോൾ അതിൽ ഞങ്ങളെല്ലാവരും കൂടി കയറിപ്പോയി ഇവരെ വീട്ടിൽ ചെന്ന് പരിശോധന നടത്തി. അപ്പോൾ അവർ പറയും ചെയ്തു, ഇത് വല്ലാത്തൊരവസ്ഥയാണ്, നമ്മൾ വന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായേനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊതുജനങ്ങളെ കൊണ്ട് വാഹനം വിളിച്ച് വീട് സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുക എന്ന് പറഞ്ഞത് അത് നടപടിയാവില്ല. അത് ഉദ്യോഗസ്ഥന്മാരുടെ ചുമതലയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുത്തത്. മനുഷ്യാവകാശ കമ്മീഷൻ ഇതിൽ ഇടപെട്ട് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്നും വാഹനം പൊതുജനങ്ങളെ കൊണ്ട് വിളിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഒരു സർക്കുലർ കമ്മീഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതാണ് ആ സർക്കുലർ. പരാതി ബോധ്യപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഉപഭോക്താക്കളോട് വാഹനം ഏർപ്പെടുത്താൻ ആവശ്യപ്പെടുന്നത് കുറ്റകരമാണെന്ന് പറയുകയും ഇത് സംബന്ധിച്ച നിർദ്ദേശം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതിന് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. ഇതേ തുടർന്ന് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിൽ നിന്ന് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലേക്കും നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഔദ്യോഗിക വാഹനം സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് സർക്കാർ ഉത്തരവുകളുടെ ലംഘനമാണ്. അതുപോലെ തന്നെ കുറ്റകരമാണ് ഔദ്യോഗിക ആവശ്യങ്ങൾക്കായി ഉപഭോക്താക്കളോട് വാഹനം ഏർപ്പെടുത്താൻ ആവശ്യപ്പെടുന്നതും. നന്ദിപുലം പയ്യൂർക്കാവിൽ പൂരം ആഘോഷിച്ചു. രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് സമാദരണ ചടങ്ങ് നടന്നു. തുടർന്ന് നടന്ന എഴുന്നള്ളിപ്പിന് പരക്കാട്ട് മഹേശ്വരം മാരാരും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം അകമ്പടിയേകി. പെരുവനം സതീശൻ മാരാരും സംഘവും അവതരിപ്പിച്ച മേളവും ഉണ്ടായിരുന്നു. വൈകിട്ട് വിവിധ വീട്ടുകാരുടെയും സമുദായക്കാരുടെയും താലിവരവ്, തുടർന്ന് കഥാപ്രസംഗം,
രാത്രി വൈകി എഴുന്നള്ളിപ്പ്, നാദസ്വരം, പഞ്ചവാദ്യം, മേളം, വർണ്ണമഴ എന്നിവയും ആഘോഷത്തിന് കൊഴുപ്പേകി. ഗർഭാശയകള ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന HPV വാക്സിനേഷൻ ക്യാമ്പയിൻ തൃശൂർ കോർപ്പറേഷൻ മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വാക്സിൻ ലഭിച്ച വിദ്യാർത്ഥിനികൾക്ക് മേയർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു. കോർപ്പറേഷൻ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷീന ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ TP ശ്രീദേവി വിഷയാവതരണം നടത്തി. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ വിശിഷ്ടാതിഥിയായി. ജില്ലാ RCH ഓഫീസർ ഡോക്ടർ ഷീജ NA വാക്സിനേഷനെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. 3 മാസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിൻ കാലയളവിൽ 14 വയസ്സ് പൂർത്തിയായതും എന്നാൽ 15 വയസ്സ് പൂർത്തിയാകാത്തതുമായ ജില്ലയിലെ പെൺകുട്ടികൾക്ക് ഗർഭാശയ ഗള ക്യാൻസറിനെതിരെയുള്ള HPV ഒറ്റ ഡോസ് വാക്സിൻ നൽകും. എല്ലാ സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലും വാക്സിനേഷൻ നടത്തുന്നതാണ്. കോർപ്പറേഷൻ ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് ജോയ് ബാസ്റ്റിൻ ചാക്കോള, ജില്ലാ RCH ഓഫീസർ ഡോക്ടർ ഷീജ NA, ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ്പോൾ പനക്കൽ, IMA-IAP എന്നിവയുടെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പവൻ മധുസൂദനൻ, മോഡൽ ഗേൾസ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഡോക്ടർ ബിന്ദു, ജനറൽ ആശുപത്രി ലേ സെക്രട്ടറി AJ ടോണി, ചീഫ് നഴ്സിംഗ് ഓഫീസർ P ഉമാദേവി P, നഴ്സിംഗ് സൂപ്രണ്ട് M ജ്യോതി, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ ആൽജോ C ചെറിയാൻ, MCH ഓഫീസർ ഇൻചാർജ് PA റൂബി എന്നിവർ പ്രസംഗിച്ചു. ആനന്ദപുരം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ OP ബ്ലോക്കിലെ വെയിറ്റിംഗ് ഏരിയയുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി 37.5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിക്കുന്നത്. ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TG ശങ്കരനാരായണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് J ചിറ്റിലപ്പിള്ളി, മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിമിഷ ശ്രീനിവാസൻ തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി. ഇരിങ്ങാലക്കുട ബ്ലോക്ക് ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വൃന്ദ അജിത് കുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ NB പവിത്രൻ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PD നെൽസൺ, ആനന്ദപുരം CHC സൂപ്രണ്ട് ഡോക്ടർ KK ശ്രീവത്സൻ, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി KK നിഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു. വളരെ പോസിറ്റീവായ ഒരു കാര്യമായി നമുക്ക് കാണാൻ സാധിക്കും. 37.5 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം നിങ്ങളെ ഏവരെയും പ്രതിനിധീകരിച്ചുകൊണ്ട് നിർവഹിച്ചതായി സസന്തോഷം അറിയിക്കുന്നു. ഈ OP ബ്ലോക്ക് 1,31 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ നിർമ്മാണം പൂർത്തീകരിച്ച് നാടിന് സമർപ്പിച്ചത്. 1 കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ ഫണ്ടും 31 ലക്ഷം രൂപ MLA ഫണ്ടും ആയിരുന്നു അതിനുവേണ്ടി ചെലവഴിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നതിൻ്റെ നേരെ മുൻവശത്ത് ഈ സർക്കാരിൻ്റെ കാലത്തെ ആദ്യ വർഷത്തെ MLA ഫണ്ട് ഉപയോഗിച്ച് കോവിഡ് കാലത്തെ അനുഭവങ്ങളെ മുൻനിർത്തി എല്ലാ മണ്ഡലങ്ങളിലും ഐസൊലേഷൻ വാർഡുകൾ തയ്യാറാക്കണം, അതിന് 1 കോടി രൂപ മാറ്റിവെക്കണം എന്ന നിർദ്ദേശത്തെ തുടർന്ന് 1 കോടി രൂപ മാറ്റിവെച്ചുകൊണ്ട് എല്ലാ MLA-മാരും ഐസൊലേഷൻ ബ്ലോക്കുകൾ നിർമ്മിക്കുക എന്ന കാര്യത്തിനായി മുൻകൈ എടുക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ബ്ലോക്ക് അവിടെ തയ്യാറായി വരുന്നത്. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലെ നിർമ്മാണം പൂർത്തീകരിച്ച ഗേറ്റ്വേയുടെ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ R ബിന്ദു നിർവഹിച്ചു. ആശുപത്രിയിലെ പുതിയ OP ബ്ലോക്കിന്റെ ഭാഗത്ത് പുതിയതായി നിർമ്മിക്കുന്ന മതിലിന്റെയും ഗേറ്റിന്റെയും നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭ വാർഡ് കൌൺസിലർ മാഗി വിൻസെന്റ് പള്ളായി അധ്യക്ഷത വഹിച്ചു. PWD ബിൽഡിംഗ് സബ് ഡിവിഷൻ ഇരിങ്ങാലക്കുട അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിമേഷ് പുഷ്പൻ, ഇരിങ്ങാലക്കുട നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷൻ TI പോൾ, നഗരസഭാ കൌൺസിലർ PV ശിവകുമാർ, ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ MG ശിവദാസ്, ജനറൽ ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട് സതീരത്നം, ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. മന്ത്രിയുടെ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 16 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ജനറൽ ആശുപത്രിയിലെ ചാലക്കുടി റോഡ് ഭാഗത്തുള്ള മതിലിന്റെയും ഗേറ്റിന്റെയും നിർമ്മാണം പൂർത്തിയാക്കിയത്. നിയോജക മണ്ഡലം തലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 32 ലക്ഷം രൂപ വിനിയോഗിച്ചാണ്
ആശുപത്രിയിലെ പുതിയ OP ബ്ലോക്കിന് മുന്നിൽ തൃശൂർ റോഡിന്റെ ഭാഗത്തായി പുതിയ മതിലും ഗേറ്റും നിർമ്മിക്കുന്നത്. ആശുപത്രിയുടെ ഈ വശത്തുള്ള കവാടവും മതിലും ഉദ്ഘാടനം ചെയ്തതായിട്ട് സസ്നേഹം പ്രഖ്യാപിക്കുന്നു. മനോഹരമായ നിലയിൽ തന്നെ ഈ കവാടം അതുപോലെ മതിലും പണികഴിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ 32 ലക്ഷം രൂപ മറുവശത്തും മതിൽ പണിയുന്നതിന് അനുവദിച്ചിട്ടുണ്ട്. അതിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ഈ സന്ദർഭത്തിൽ ചെയ്യുകയാണ്. ഉടനെ തന്നെ നമുക്ക് അതിന്റെ നിർമ്മാണത്തിലേക്ക് കടക്കാൻ കഴിയും. നിങ്ങളേവരും ഓർക്കുന്നുണ്ടാകും, ഏതാനും മാസങ്ങൾക്ക് മുൻപ് വളരെ അഭിമാനത്തോടു കൂടി 20 കോടി രൂപയിലേറെ ചെലവ് ചെയ്ത് പണി തീർത്ത 6 നിലകളുള്ള ഈ ആശുപത്രിയുടെ പുതിയ കെട്ടിടം നാം ജനങ്ങൾക്ക് സമർപ്പിക്കുകയുണ്ടായി. വളരെ സൗകര്യപ്രദമായ നിലയിൽ ആധുനിക മുഖച്ഛായയുള്ള ഈ കെട്ടിടത്തിൽ OP ബ്ലോക്കും ഇൻപേഷ്യന്റ് വിഭാഗവും എല്ലാം പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ ബില്ല് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മറ്റത്തൂർ പഞ്ചായത്തിൽ പ്രചാരണ വാഹന ജാഥ സംഘടിപ്പിച്ചു. മറ്റത്തൂർ കുന്നിൽ നിന്ന് ആരംഭിച്ച ജാഥ യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ബൃന്ദ ഭാസ്കരൻ ക്യാപ്റ്റനും സുനിത ബാലൻ വൈസ് ക്യാപ്റ്റനും MA സുഗതൻ മാനേജറുമായ ജാഥ പഞ്ചായത്തിലെ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിന് ശേഷം ചെമ്പൂച്ചിറയിൽ സമാപിച്ചു. വിവിധ കേന്ദ്രങ്ങളിൽ TA ഉണ്ണികൃഷ്ണൻ, PK രാജൻ, PS അംബുജാക്ഷൻ എന്നിവർ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുന്നതിന്റെ ഭാഗമായിക്കൊണ്ടാണ് NREG വർക്കേഴ്സ് യൂണിയൻ മറ്റത്തൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ മുൻപിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പരിപാടിയുടെ പ്രചരണാർത്ഥം ഇന്നലെ മറ്റത്തൂർ പഞ്ചായത്തിലാകെ യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊടകര പഞ്ചായത്തിലെ പുലിപ്പാറക്കുന്ന് ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിൽ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം സ്മിത മനോജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS അഭിലാഷ് സമ്മാനദാനം നിർവഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി AS സുജിമോൾ, കൊടകര ഗ്രാമപഞ്ചായത്ത് അംഗം CM ബബീഷ്, കൊടകര BPC C അനൂപ്, PTA പ്രസിഡന്റ് ആതിര ഷനു, MPTA പ്രസിഡന്റ് അനഘ രാഗേഷ്, SMC ചെയർമാൻ ഗോപി നിശാശ്ശേരി, റാണി ജോസഫ്, R ശ്രീകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിരമിക്കുന്ന അധ്യാപിക MT സോഫിയയ്ക്ക് യാത്രയയപ്പ് നൽകി. പുലിപ്പാറക്കുന്ന് സ്കൂളിന്റെ വാർഷിക ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ആദ്യമേ തന്നെ അറിയിക്കുകയാണ്. നമുക്കറിയാം, സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളൊക്കെ തന്നെ ഇന്ന് ഏറെ മികച്ച പ്രകടനത്തോടു കൂടി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി നമുക്കറിയാം, പ്രൈവറ്റ് സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പരിശോധിക്കപ്പെടുമ്പോൾ തന്നെ അതേ നിലവാരത്തിൽ അതിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള പരമാവധി സൗകര്യങ്ങൾ ഏർപ്പാടാക്കുക എന്ന സർക്കാർ. മണ്ണുത്തിയിലെ ബാറിനുള്ളിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച 23.82 ഗ്രാം MDMA-യുമായി ഒരാൾ പിടിയിൽ. ഉല്ലുക്കര സ്വദേശി ചാലിശ്ശേരി പ്രവീണനെയാണ് എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. പിടികൂടിയ മയക്കുമരുന്നിന് അന്താരാഷ്ട്ര വിപണിയിൽ ഏകദേശം 2.5 ലക്ഷം രൂപ വില വരും. തൃശൂർ IBക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ മുഹമ്മദ് ഹാരിഷിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. മണ്ണുത്തി മയൂര ബാറിനുള്ളിൽ വെച്ചാണ് പ്രതിയെ തൃശൂർ ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡും IBയും ചേർന്ന് പിടികൂടിയത്. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ VJ റോയ്, തൃശൂർ IB ഇൻസ്പെക്ടർ പ്രസാദ്, എക്സൈസ് ഇൻസ്പെക്ടർ സുദർശനകുമാർ, അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ കണ്ണൻ, ഗോപൻ, ജബ്ബാർ, പ്രിവന്റീവ് ഓഫീസർ സുരേഷ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ മിക്കി ജോൺ, ജെറിൻ ജോ, വനിതാ CEO അമിത, ഡ്രൈവർ ഗിരീഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ്. 75ാമത് വാർഷികാഘോഷം വിപുലമായി സംഘടിപ്പിച്ച് ആലത്തൂർ ALP സ്കൂൾ. KK രാമചന്ദ്രൻ MLA വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു.
പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സംഗീത സംവിധായകൻ മോഹൻ സിത്താര മുഖ്യാതിഥിയായി. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക NS രശ്മിക്ക് യാത്രയയപ്പ് നൽകി. ഒപ്പം ദേശീയ സംസ്ഥാന തലങ്ങളിൽ തിളക്കമാർന്ന നേട്ടങ്ങൾ കൈവരിച്ച പൂർവ്വ വിദ്യാർത്ഥികളായ ശോഭു ആലത്തൂർ, KR ശശികുമാർ, TR കൃഷ്ണപ്രിയ, ശിവദാസൻ കോടിയത്ത്, CP ജോർജ് എന്നിവരെ ആദരിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A രാജീവ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K രാജേഷ്, പ്രധാനാധ്യാപിക PM ജിൻസ, മാനേജർ T രമേഷ് കുമാർ, PTA പ്രസിഡന്റ് KV ജയരാജൻ, MPTA പ്രസിഡന്റ് പ്രിൻസി പൗലോസ്, സ്കൂൾ ലീഡർ KN നവീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. സമഗ്ര ശിക്ഷ കേരളയും കുസാറ്റും സംയുക്തമായി നന്ദിക്കര GVHSSൽ സ്കൂൾ തല ക്രിയേറ്റീവ് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളുടെ സൃഷ്ടിപരമായ കഴിവുകൾ കണ്ടെത്തുകയും തൊഴിൽപരമായ നൈപുണ്യങ്ങൾ വികസിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. കുട്ടികൾ നിർമ്മിച്ച LED ബൾബ് സ്വിച്ച് ഓൺ ചെയ്ത് തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം അമ്പിളി വേണു ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന സുരേന്ദ്രൻ മുഖ്യാതിഥിയായി. ക്രിയേറ്റീവ് കോർണർ കോർഡിനേറ്റർ അരുൺകുമാർ, C ശശി, പഞ്ചായത്ത് അംഗം KK രാജൻ, പ്രധാനാധ്യാപിക KJ ബിജി, PTA പ്രസിഡന്റ് സുനിൽ കൈതവളപ്പിൽ, MPTA പ്രസിഡന്റ് വിദ്യാ മാധവ്, SMC ചെയർമാൻ CK സുദേവൻ എന്നിവർ പ്രസംഗിച്ചു. കൃഷി, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, പ്ലംബിംഗ്, കുക്കിംഗ്, വുഡ് വർക്ക് തുടങ്ങിയ മേഖലകളിൽ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വിവിധ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിച്ചു. എഴുത്തുകാരൻ KR അശോകൻ രചിച്ച കഥാസമാഹാരമായ കാഴ്ച ബംഗ്ലാവ് പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ പ്രകാശന കർമ്മം നിർവഹിച്ചു. ED ഡേവിസ് ആദ്യപ്രതി ഏറ്റുവാങ്ങി. സാംസ്കാരിക പ്രവർത്തകനായ രാജൻ നെല്ലായി പുസ്തകം സദസ്സിന് പരിചയപ്പെടുത്തി. തിങ്കൾ ബുക്സ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. PD നെൽസൺ, KS അർഷാദ്, A രാജീവ്, EK അനൂപ്, K സുധാകരൻ, സിദ്ധാർത്ഥൻ ഐനിക്കൽ, AU ഉണ്ണികൃഷ്ണൻ, ഗ്രന്ഥകർത്താവ് KR അശോകൻ എന്നിവർ സംസാരിച്ചു. പുസ്തക പ്രകാശനത്തിന് ശേഷം KR അശോകൻ തന്നെ രചന നിർവഹിച്ച ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഗാനസന്ധ്യ നടത്തി. ജനകീയ സംരക്ഷണ സമിതി കോരനൊടി യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. തൃശൂർ ബറ്റാലിയൻ DYSP പ്രശോഭ് ഉദ്ഘാടനം ചെയ്തു. വിൽസൺ തൈക്കൂടൻ അധ്യക്ഷനായി. സമ്മേളനത്തിൽ വെച്ച് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മീന മദനനെ ആദരിച്ചു. യോഗത്തിൽ ജനകീയ സംരക്ഷണ സമിതി മേഖലാ പ്രസിഡന്റ് ശിവദാസൻ തുയ്യത്ത്, മേഖലാ സെക്രട്ടറി ഷിഹാബ് കറുമണ്ണിൽ, ഡേവിസ് ആർട്ടിസ്റ്റ്, സുധി പാലപ്പള്ളി, ഹംസ കളപ്പാടൻ, KK ശാന്ത, ഷഫീഖ് പാറയിൽ, റഷീദ് കാരിക്കുളം, ദിലീഷ് വലൂപ്പറമ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. യൂണിറ്റിന്റെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് PS സുമേഷ്, സെക്രട്ടറി VV ദിലീഷ്, ട്രഷറർ TA രേണുക എന്നിവരെ തെരഞ്ഞെടുത്തു. സ്ഫോടനാത്മകമായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടായിരുന്നു. കുട്ടികളുടെ ഇടയിലുള്ള ലഹരി ഉപയോഗം വളരെയധികം ഞാൻ വിചാരിച്ചു കൈവിട്ട് പോയി എന്നായിരുന്നു ഞാനും വിചാരിക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്. അപ്പോൾ എന്തായാലും അതിനെതിരെ അപ്പോളോ ടയേഴ്സ് എംപ്ലോയീസ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറിയായി C സച്ചിൻ, വൈസ് പ്രസിഡന്റായി ലെനിൻ രാജ് എന്നിവരെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുപ്പിൽ ATEU, ATWM സഹകരണ മുന്നണി മുഴുവൻ സീറ്റിലും വിജയിച്ചിരുന്നു. R അരുൺ, സിൻഡോ തോമസ് എന്നിവരാണ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച മറ്റ് 2 പേർ. ഇനി കാണാം ഇൻഫോടോക്ക്.
ഭക്ഷണം പോലെ തന്നെ ശരീരത്തിന് ആവശ്യമായ മറ്റൊന്നാണ് വെള്ളം. ശരീരത്തിന് മതിയായ അളവിൽ വെള്ളം ലഭിച്ചില്ലെങ്കിൽ നിർജ്ജലീകരണം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. ഈ ലക്ഷണങ്ങളെ അവഗണിക്കരുത്. റിപ്പോർട്ട് കാണാം. ശരീരത്തിന് ആവശ്യമായ വെള്ളം ലഭിക്കാതെ വരുമ്പോൾ ക്ഷീണം അനുഭവപ്പെടാറുണ്ട്. വിട്ടുമാറാത്ത ക്ഷീണമുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം. ഇത് നിർജ്ജലീകരണം മൂലം ഉണ്ടാകുന്നതാണ്. ഇടയ്ക്കിടെ വരുന്ന തലവേദനയും നിർജ്ജലീകരണത്തിൻ്റെ ലക്ഷണമാണ്. അതിനാൽ നിർജ്ജലീകരണം ഉണ്ടാകുന്നത് തടയാൻ ശ്രദ്ധിക്കണം. ശരീരത്തിന് ആവശ്യമായ വെള്ളം ലഭിക്കാതെ വരുമ്പോൾ ചർമ്മം വരണ്ടതുപോലെയും മങ്ങലുണ്ടാവുകയും ചെയ്യുന്നു. മൂത്രം മഞ്ഞ നിറത്തിലാകുന്നതും നിർജ്ജലീകരണം ഉണ്ടാകുന്നതിൻ്റെ ലക്ഷണമാണ്. ഇത് വൃക്കരോഗങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നു. ശരീരത്തിൽ ആവശ്യമായ വെള്ളമുണ്ടെങ്കിൽ മാത്രമേ നല്ല ദഹനം ലഭിക്കുകയുള്ളൂ. നിർജ്ജലീകരണം ഉണ്ടാകുമ്പോൾ ദഹനമില്ലാതാവുകയും മലബന്ധമുണ്ടാകാനും കാരണമാകുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. തൃശൂർ മോഡൽ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വ്യാഴാഴ്ച രാവിലെ 9:30 തൃശൂർ MG റോഡിലെ ഇൻഫ്രാടെക് അക്കാദമിയിൽ മിനി തൊഴിൽ മേള നടത്തും. 10ലധികം സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്ന തൊഴിൽ മേളയിൽ 200ലധികം ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെന്ററുമായി ബന്ധപ്പെടുക. 9422228282 0487 2333742 8589947947. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 15,365 രൂപയും പവന് 1,22,920 രൂപയും രേഖപ്പെടുത്തി. കൊടകര മറ്റത്തൂർക്കുന്ന് പടിഞ്ഞാട്ടുമുറി പുതുവത്ത് പരേതനായ ഗോവിന്ദൻകുട്ടിയുടെ ഭാര്യ എടപ്പാട്ട് കാർത്തിയാനിയമ്മ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇന്ദിര, സേതുമാധവൻ, ഗിരിജ, ഉണ്ണികൃഷ്ണൻ എന്നിവർ മക്കളും സുധ, ഷീബ, പരേതരായ വത്സരാജൻ, സുരേന്ദ്രൻ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി കോടശ്ശേരി നായരങ്ങാടിയിൽ കാണാതായ മധ്യവയസ്കന്റെ മൃതദേഹം പാറമടയിൽ കണ്ടെത്തി. പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ഫീൽഡ് തല അന്വേഷണത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കളോട് വാഹനം ഏർപ്പാടാക്കാൻ ആവശ്യപ്പെടുന്നത് കുറ്റകരമാണെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. ആനന്ദപുരം ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ OP ബ്ലോക്കിലെ വെയിറ്റിംഗ് ഏരിയയുടെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി ഡോക്ടർ R. ബിന്ദു നിർവഹിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ പുതിയ ബില്ല് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മറ്റത്തൂർ പഞ്ചായത്തിൽ പ്രചാരണ വാഹന ജാഥ സംഘടിപ്പിച്ചു. മണ്ണുത്തിയിലെ ബാറിനുള്ളിൽ വിൽപ്പനയ്ക്കായി എത്തിച്ച MDMAയുമായി ഒരാൾ പിടിയിൽ. പിടിയിലായത് ഒല്ലൂക്കര സ്വദേശി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.